നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭരണം പോയതോടെ മമതാ ബാനർജിയുടെയും മരുമകൻ അഭിഷേക് ബാനർജിയുടെയും നില പരിതാപകരമാണ്. ജനങ്ങൾ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അഭിഷേക് ബാനർജിയെ ജനങ്ങൾ ഒന്ന് കൈകാര്യം ചെയ്തു വിട്ടത്. തൃണമൂൽ കോൺഗ്രസ് MLA-മാർക്കും കിട്ടി കണക്കിന് ചവിട്ടും തൊഴിയും. ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് കേന്ദ്രത്തോട് പിച്ചും പേയും പറയുകയാണ് മമതാ ബാനർജി. അതായത് എന്റെ മരുമകനെ തൊടുന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് MLA-മാരോടും നേതാക്കളോടുമൊക്കെ ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോയി പണി നോക്ക് പെണ്ണുപിള്ള എന്നും പറഞ്ഞുകൊണ്ട് ജീവനും കൊണ്ട് ഓടുകയാണ് തൃണമൂൽ കോൺഗ്രസ് MLA-മാരും പ്രവർത്തകരും നേതാക്കളുമൊക്കെ. തൃണമൂൽ കോൺഗ്രസിനെ ഒന്നിച്ചു നിർത്തി BJP-ക്കാരെ നേരിടാനായിരുന്നു മമതാ ബാനർജി ലക്ഷ്യം വെച്ചത്. എന്നാൽ തങ്ങൾക്ക് തല്ലുകൊള്ളാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് തൃണമൂൽ കോൺഗ്രസുകാർ. ഒരു വലിയ പാർട്ടിയുടെ പതനം ഒന്ന് ആലോചിച്ച് നോക്കണേ. എത്രത്തോളം വലിയ പടുകുഴിയിലേക്കാണ് മമതയും മരുമകനും വീണിരിക്കുന്നത് എന്ന്. മരുമകൻ കോടാനുകോടികളാണ് ബംഗാളിനെ പിഴിഞ്ഞുണ്ടാക്കിയത്. വലിയ അഴിമതി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മമതാ ബാനർജി എല്ലാത്തിനും കണ്ണടച്ചു കൊടുത്തു. അതിൻ്റെയാണ് ഇപ്പോൾ ഒരു വഴിക്കൂടെ അടികിട്ടി തുടങ്ങിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ വലിയ പിളർപ്പും പൊട്ടിത്തെറികളും നടക്കുന്നു എന്നാണ് വിവരങ്ങൾ. മമത എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാൻ പോലും ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസുകാർ തയ്യാറാകുന്നില്ല. ദീദി എന്ന് വിളിച്ചിരുന്നവർ ഇപ്പോൾ അക്ഷരം മാറ്റി തെറിവിളിയാണ് മമതയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിഷേക് ബാനർജിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മമതാ ബാനർജിയുടെ കാളിഘട്ടിലെ വസതിയിൽ വിളിച്ചു ചേർത്ത 80 MLA-മാരുടെ യോഗത്തിൽ പങ്കെടുത്തത് 20 MLA-മാർ മാത്രമാണ്. 60ഓളം MLA-മാർ എത്താതിരുന്നതിനാൽ യോഗം പിന്നീട് റദ്ദാക്കുകയായിരുന്നു. തൃണമൂൽ നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രാദേശിക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനാലാണ് MLA-മാർക്ക് യോഗത്തിനെത്താൻ കഴിയാതിരുന്നത് എന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം. അഭിഷേക് ബാനർജിക്കും പാർട്ടി MP കല്യാൺ ബാനർജിക്കും നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാലാണ് MLA-മാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് തൃണമൂൽ വക്താവ് കുനാൽ ഘോഷ് അറിയിച്ചു. എന്നാൽ തല്ലുകൊള്ളാൻ തങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഓടി രക്ഷപ്പെട്ടതാണ് കാരണം എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് നേരെ പോലീസ് അക്രമങ്ങൾ ഉണ്ടാകുന്നതിനാൽ അറസ്റ്റിലായ പ്രവർത്തകരെ സഹായിക്കാനും ക്രമസമാധാന നില നിയന്ത്രിക്കാനും MLA-മാർ അവരുടെ മണ്ഡലങ്ങളിൽ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ വിശദീകരണം. MLA-മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഔദ്യോഗിക യോഗം റദ്ദാക്കിയതെന്നും യോഗത്തിനെത്തിയ 20 MLA-മാരുമായി മമതാ ബാനർജി അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയതായും കുനാൽ ഘോഷ് പറഞ്ഞു. MLA-മാരെല്ലാം പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ യോഗം വീണ്ടും ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ അടുത്ത 48 മണിക്കൂർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷേ ആളെ കിട്ടുന്നില്ല. അതാണ് പ്രധാന വിഷയം. തിങ്കളാഴ്ച ഗ്രാമീണ മേഖലകളിൽ ബ്ലോക്ക് തലത്തിലും നഗരങ്ങളിൽ വാർഡ് തലത്തിലും റാലികൾ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ റാലികൾ നടക്കുന്നില്ല. കാരണം ആള് വരുന്നില്ല. കാരണം പോലീസ് മുഖം നോക്കാതെ വെച്ചലക്കുകയാണ്. ലാത്തി വീശി പുറം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസുകാരുടെ. ചൊവ്വാഴ്ച കൊൽക്കത്തയിലെ റാണി രാഷ്മണി റോഡിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഏകദിന ധർണ സംഘടിപ്പിക്കും. ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടത്തുന്ന അക്രമങ്ങൾക്കും വ്യാപക ഒഴിപ്പിക്കൽ നടപടികൾക്കെതിരെയുമാണ് സമരം എന്നാണ് മമതയുടെ പ്രഖ്യാപനം. ജൂൺ 2-ന് ധർണ വേദിയിൽ വെച്ച് പാർട്ടിയുടെ അടുത്ത രാഷ്ട്രീയ പരിപാടികൾ പ്രഖ്യാപിക്കുമെന്ന് കുനാൽ ഘോഷ് അറിയിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് തുടർച്ചയായി ദിവസങ്ങളിൽ ഇപ്പോൾ വലിയ ജനകീയ പ്രതിഷേധങ്ങളാണ് ഉടലെടുക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ രണ്ടാമനായ അഭിഷേക് ബാനർജിക്ക് നേരെ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ മുതിർന്ന പാർട്ടി നേതാവും ലോക്സഭയിലെ തൃണമൂൽ ചീഫ് വിപ്പുമായ കല്യാൺ ബാനർജി MP-യും സ്വന്തം മണ്ഡലത്തിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു. ഹൂഗ്ലി ജില്ലയിലെ ചണ്ഡിതലയിൽ വെച്ചാണ് ശ്രീറാംപൂർ ലോക്സഭാ MP-യായ കല്യാൺ ബാനർജിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തന്നെ വധിക്കാനുള്ള BJP-യുടെ ആസൂത്രിത ശ്രമമാണിതെന്ന് കല്യാൺ ബാനർജി ആരോപിച്ചു. ദക്ഷിണ പർഗാനാസിലെ സോനാപൂരിൽ വെച്ച് പാർട്ടി പ്രവർത്തകരെ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു അഭിഷേക് ബാനർജിക്ക് നേരെ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ പൊതുജനങ്ങളിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ചണ്ഡിതലയിൽ TMC പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കാനും ഒപ്പം തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമങ്ങളെക്കുറിച്ച് പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനും
അറസ്റ്റിലായ പാർട്ടി പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിക്കാനും എത്തിയതായിരുന്നു കല്യാൺ ബാനർജിയും അനുയായികളും. ശ്രീറാംപൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ചണ്ഡിതലയിൽ നിന്ന് 2009 മുതൽ തുടർച്ചയായി 4 തവണ വിജയിച്ച ജനപ്രതിനിധിയാണ് കല്യാൺ ബാനർജി. പ്രതിഷേധത്തിനിടെ ഗതാഗത കുരുക്ക് കാരണം തന്റെ കാർ പിന്നിൽ ഉപേക്ഷിച്ച് കല്യാൺ ബാനർജി ഒരു ട്രക്കിനരികിലൂടെ മുന്നോട്ട് ഓടി രക്ഷപ്പെടുമ്പോഴായിരുന്നു പിന്നിൽ നിന്ന് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത്. പെട്ടെന്ന് 10-15ഓളം വരുന്ന ആളുകൾ തൃണമൂൽ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ശത്രുതാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയും ചോർ ചോർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് MP-യുടെ തലയുടെ പിൻഭാഗത്ത് എന്തോ വന്ന് ശക്തമായി അടിക്കുന്നത്. അടികിട്ടിയ ഉടൻ തന്നെ അദ്ദേഹം തലയിൽ കൈവച്ച് റോഡിലേക്ക് നിലം പതിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരും ഒരു CRPF ഉദ്യോഗസ്ഥനും ചേർന്നാണ് കല്യാൺ ബാനർജിയെ താങ്ങി എഴുന്നേൽപ്പിച്ചതും പ്രദേശം ശാന്തമാക്കാൻ ശ്രമിച്ചതും. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റുവെങ്കിലും അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് തലയിൽ വെള്ള തുണി കെട്ടി ചോരയൊലിപ്പിച്ചുകൊണ്ടാണ് കല്യാൺ ബാനർജി അനുയായികളെ അഭിസംബോധന ചെയ്തത്. തന്റെ കുർത്തയിലും പൈജാമയിലും രക്തം പുരണ്ടിരുന്നുവെന്നും സംസാരിക്കാൻ പോലും ശക്തിയില്ല എന്നും ആ വേദിയിൽ വെച്ച് കല്യാൺ ബാനർജി പറഞ്ഞത്. തന്റെ തലയ്ക്ക് നേരെ ക്രിക്കറ്റ് പന്തോ കല്ലോ എറിഞ്ഞതാണെന്നും തന്നെ വധിക്കാൻ BJP ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പ്രതികാര ആക്രമണമാണിതെന്നും കല്യാൺ ബാനർജി ആരോപിച്ചു. തനിക്ക് നേരെ ഉണ്ടായത് ജനരോഷമാണെന്ന വാദം കല്യാൺ ബാനർജി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതേസമയം സംഭവത്തെക്കുറിച്ച് BJP നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന്റെയും കേന്ദ്ര സുരക്ഷാ സേനയുടെയും വലിയൊരു സംഘത്തെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. പുതിയ അക്രമ സംഭവങ്ങളോടെ പശ്ചിമബംഗാളിൽ തൃണമൂൽ BJP തർക്കവും രാഷ്ട്രീയ അന്തരീക്ഷവും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ തെരഞ്ഞു പിടിച്ച് BJP-കാരെയും CPM-കാരെയും ഒക്കെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയായിരുന്നു. തിരിച്ച് BJP-ക്ക് അധികാരം കിട്ടിയപ്പോൾ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസുകാരെ പറപ്പിക്കുകയാണ്, എയറിൽ നിർത്തിയാണ് അടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് അഭിഷേക് ബാനർജിക്കും വലിയ രീതിയിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതോടെയാണ് മമതാ ബാനർജി അങ്ങ് ഇളകിയതും തൃണമൂൽ കോൺഗ്രസ് സംഘടിച്ച് വലിയ പ്രതിഷേധം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസുകാർ അടികൊണ്ട് മടുത്തു. കാരണം പുറം പൊളിയുകയാണ് തൃണമൂൽ കോൺഗ്രസുകാർക്ക്. ഇതോടെയാണ് പ്രവർത്തകർ പലയിടത്തും പ്രതിഷേധത്തിനോ സമരത്തിനോ ഒന്നും തയ്യാറല്ലാതെ പിൻവാങ്ങുന്ന കാഴ്ചയാണ് ബംഗാളിൽ സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.